ഹായ് നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോന്നി. കോന്നിയിൽ ആനക്കൂട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആനകളെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ മ്യൂസിയത്തിൽ വന്നാൽ കാണാൻ പറ്റും. ഇപ്പം പുതിയതായിട്ട് മ്യൂസിയത്തിന് കുറച്ചുകൂടെ വർക്ക് ചെയ്ത് മ്യൂസിയം വളരെ പഠനമായിട്ട് ആനയെക്കുറിച്ചും കാടിനെക്കുറിച്ചുമുള്ളൊരു വലിയ പഠനമാക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കുന്നുണ്ട്, ആനയെക്കുറിച്ചുള്ള മ്യൂറൽ പെയിൻറ്റിങ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ മ്യൂറൽ പെയിൻറ്റിൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണണം. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ സതീഷ് ചേട്ടനെ പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് അദ്ദേഹം മ്യൂറൽ എന്താണെന്നുള്ളത് പടങ്ങൾ കാണുന്നത് കൂടുതലും ഞങ്ങളങ്ങനെ ആയിരുന്നു. അപ്പോൾ സതീഷ് ചേട്ടൻ്റെ ഇവിടെ നമ്മുടെ ആനക്കൊട്ടിൽ, കോന്നിയിൽ ആനക്കൊട്ടിലെ വർക്കാണ്. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന വർക്കിനെ കുറിച്ച് സാറും കൂടാതെ കുറേ ആൾക്കാരുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട ഒരു സാറും ഉണ്ട്. അദ്ദേഹത്തിൻ്റെയും നമുക്ക് വാക്കുകൾ കേൾക്കാം. എന്തായാലും സതീഷ് ചേട്ടാ, ഇപ്പം എത്ര ദിവസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 16 ദിവസമായി. 14 ദിവസമായി. അപ്പം ഇതിൻ്റെ ഈ വർക്കിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഇപ്പോൾ കോന്നിയെ സംബന്ധിച്ച് ആനയാണ് വളരെ പ്രധാനപ്പെട്ട സംഭവം. കോന്നി അറിയപ്പെടുന്നത് ആനപ്പെരുമ കൊണ്ടാണ്. അപ്പോൾ ഇത് ഈ സ്ഥലം പണ്ട് കാലത്ത് തിരുവിതാംകൂർ രാജവാഴ്ചയുടെ കാലത്ത് അവരുടെ വനങ്ങളിൽ നിന്നുള്ള കിട്ടുന്ന ആനകളെ പരിശീലിപ്പിക്കുന്ന ഒരു താവളമാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു സംസ്കാരം, ആന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. യുദ്ധത്തിനും അതുപോലെ തന്നെ ആർഭാടകരമായ ഉത്സവാദി കാര്യങ്ങൾക്കുമെല്ലാം ആന ഒഴിച്ചുകൂടാ. അതുപോലെ പ്രൗഢിയുടെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് ആനപ്പെരുമയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ അത്തരം സംഭവങ്ങളുടെ ഒരു മ്യൂസിയമാണ്. ആനപ്പെരുമയുടെ ആ പാരമ്പര്യത്തിൻ്റെ ഒരു മ്യൂസിയമാണിത്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ പുറം ഭിത്തി അത്തരത്തിലുള്ള നമ്മുടെ ആനപ്പെരുമയുടെ പഴങ്കഥകൾ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ സൗന്ദര്യം, അതൊക്കെ കാണിക്കുന്ന ഒരു ചിത്രങ്ങൾ കൊണ്ട് ഇതിൻ്റെ പുറം ഭിത്തി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനടക്കമുള്ള ഈ 4 ചിത്രകാരന്മാർ, അതിൽ പ്രധാനി കോഴിക്കോട് കേന്ദ്രമായി ചിത്രസോപാനം എന്ന കേരളീയ ചുമർ ചിത്രകലയുടെ പഠനത്തിനും ഗവേഷണത്തിനും പ്രചരണത്തിനുമായി സ്ഥാപിതമായ ഒരു ഗ്രൂപ്പാണ് ചിത്രസോപാനം. തനിമയാർന്ന കേരളീയ ചിത്രകലയെപ്പറ്റി പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 10-20ഓളം വർഷമായിട്ട് വളരെ സജീവമായിട്ട് കേരളത്തിനകത്ത് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് 1000-ലേറെ ശിഷ്യന്മാരുള്ള ഒരു സ്ഥാപനമാണ് ചിത്രസോപാനം. 1000-ലധികമുണ്ട്. മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ അവിടെ നിന്ന് കേരളീയ ചുമർ ചിത്രകല വളരെ ഗൗരവത്തോടെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ നമ്മൾ മലയാളികൾക്ക് അധികം അങ്ങനെയൊരു സ്ഥാപനത്തെ പറ്റി അറിയുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് ഈ സ്ഥാപനം കേരളീയ ചുമർ ചിത്രകലയുടെ വലിയൊരു ഒരു പഠന കേന്ദ്രമായി ഇപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഡയറക്ടർ ശശി എടവരാടാണ് ഈ പ്രോജക്റ്റിൻ്റെ മുഴുവൻ ക്രിയേറ്റർ. ഞങ്ങൾ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നു, സഹായിക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ എല്ലാവരും ചുമർചിത്ര രചനയിൽ കുറേയേറെ വർഷങ്ങളായിട്ട് നിരന്തരം മുഴുകി ജീവിക്കുന്നവരാണ് ഈ 3 പേര്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളെന്ന് പറയുന്നത് ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, അതിൻ്റെ ഒരു സങ്കേതം അതിൽ നിന്ന് ഒട്ടും ഇളകാതെ, എന്നാൽ ഇതിനകത്തൊരിക്കലും ഭൗതികമല്ലാത്ത വലിയ മിസ്റ്റിക്കായിട്ടുള്ള ഒരു രൂപങ്ങളും വരുന്നില്ല. എല്ലാം ലൈവായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആനയുടെ ഒക്കെ ജീവിതഗതികളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിഭൗതികമായ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഈ ചുമർചിത്രകല എപ്പോഴും മിസ്റ്റിക്കായിട്ടുള്ള സംഭവങ്ങൾക്കായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതല്ല, നമ്മുടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ പരീക്ഷണപരമായ കുറച്ച് വർക്കുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏകദേശം എത്ര വർഷമായി ഇദ്ദേഹം ഈ ഒരു മ്യൂറലിലേക്ക് വന്നിട്ട്? ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം ഉണ്ടാവും സാറുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 10 വർഷത്തോളമായി. പേരെന്ത് വരുന്നത്? എൻ്റെ ഒരു പ്രഭാത് മാളികൽ. പ്രഭാത് മാളികൽ. മാളികൽ എന്ന് പറയുന്നത് ഇനീഷ്യലാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ വന്നിപ്പം പത്തനംതിട്ട ജില്ലയിൽ ഇദ്ദേഹം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അതെ അതെ അതെ. പത്തനംതിട്ട ജില്ലയിൽ തെക്കൻ കേരളത്തിലേക്ക് ആദ്യമായിട്ട്. അപ്പം ഞങ്ങൾക്ക് വലിയ ഒരു അഭിമാനമുണ്ട്. കാരണം പത്തനംതിട്ടയുടെ ഏറ്റവും വലിയ, ഇപ്പോൾ തന്നെ പറയത്തില്ല, ഏറ്റവും നല്ല വായുള്ളൊരു സ്ഥലം പത്തനംതിട്ട എന്ന് പറയും. മാത്രമല്ല ആനക്കുട്ടിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറയുന്നത് ശബരിമല, ആനക്കുട്ടിലൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് നിങ്ങളിവിടെ വന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ രീതിയിലുള്ള ആനയുടെ വർക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടോ? ആനയുടെ വർക്ക് മ്യൂറലിൻ്റെ ഭാഗമായിട്ട് ആന വരാറുണ്ട്. പക്ഷേ ആനയുടെ ഇങ്ങനെ വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ, കാരണം ഇങ്ങനൊരു ആനയെ പിടിക്കുന്നതും അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നതും അതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ ഏറ്റവും വലിയൊരു ക്ലാരിറ്റി. നമുക്ക് കോന്നി ഈ ആനക്കുട്ടലിലെ ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് സാധാരണ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്, പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, പക്ഷേ എങ്കിലും അതിൽ പ്രധാനമായിട്ട് ആ വർക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനും പറയാനും അറിയാവുന്ന നമുക്ക് ശശിയേട്ടൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം മ്യൂറലിനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് മ്യൂറൽ എന്താണെന്നും കൂടെ പറഞ്ഞു തരും. ഇത് ഏകദേശം എത്ര വർഷമായി കാണും ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ട്? ഞാൻ 95-ലാണ് ചുമർചിത്രകല പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും ആരംഭിക്കുന്നത്. അതിനു മുമ്പിട്ട് കുറച്ച് കാലം ഫൈൻ ആർട്സ് ചിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മ്യൂറൽസ് അക്കാലത്ത് ഞാൻ പഠിക്കാൻ വരുന്ന കാലത്ത് മ്യൂറൽസ് ഇത്രയും പ്രചാരത്തിലുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതെന്താണെന്ന് അറിയുള്ളൂ. ചുമർചിത്രം എന്ന വാക്കായിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയിൽ. അപ്പം ഇതെന്താണ് ചുമർചിത്രം എന്ന് പലർക്കും അന്നും അറിയില്ല. കേരളത്തിന് ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടോ എന്ന് പലർക്കും അറിയില്ല. മ്യൂറൽസ് എന്ന് അല്ലെങ്കിൽ ചുമർചിത്രം എന്ന് പറഞ്ഞാൽ ഇത് അജന്തയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ മാത്രമുള്ളൊരു സംഭവം എന്നുള്ളൊരു പ്രചരണമായിരുന്നു കേരളത്തിൽ മുഴുവനുണ്ടായിരുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഇതുകൊണ്ട് ഭാവിയിൽ നമുക്കൊരു പുതിയ ജോലി കണ്ടെത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിന് യാതൊരു വ്യക്തതയില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ചിത്രകല പഠിക്കാൻ വരുന്നത്. പിന്നീട് ഞങ്ങളൊക്കെ കൂടി ഈ ചിത്രകലയെ പുറം ലോകത്തേക്ക് പരിചയപ്പെടുത്തി എക്സിബിഷനിലൂടെയും ക്യാമ്പുകളിലൂടെയും പാഠ്യപദ്ധതികളിലൂടെയൊക്കെ ഈ ചിത്രകലയെ ഇങ്ങനെ പരിചയപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം എന്താണ് കേരളത്തിൻ്റെ ചുമർചിത്രം എന്നൊക്കെ. ഇപ്പം ചുമർചിത്രം അല്ലെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ് എന്നതൊരു പാശ്ചാത്യ വേർഡാണ്. ചുമരിനെ സംബന്ധിക്കുന്നത് എന്നാണ് മ്യൂറൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒരു മലയാളീകരണമാണ് ചുമർചിത്രം എന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇന്ന് കാണുന്ന ചിത്രങ്ങൾ കേവലം ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങളല്ല. ഇതിന് പിന്നിൽ അടിസ്ഥാനപരമായ ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു ക്ഷേത്രത്തിന് ചിത്രം വരയ്ക്കുന്നതിന്. അത് കലാനാം പ്രവരം ചിത്രം ധർമ്മ അർത്ഥ കാമ മോക്ഷതം എന്ന ഒരു പഴയ
ശ്ലോകം, അതായത് ശില്പരത്നത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ശ്ലോകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കല അല്ലെങ്കിൽ ചിത്രം നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരാൻ കാരണം. അതായത് കല ഒരിക്കലും അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ചിത്രങ്ങൾ ഒരിക്കലും അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ചിത്രകല ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പഞ്ചപുരുഷാർത്ഥങ്ങളും ലഭിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ചിത്രം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ ആരും കാണാത്ത ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ആരും കാണാൻ പോകുന്നില്ല അവിടെ, പക്ഷെ അവിടെ പോലും അവർ പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് കാണുന്നത്. കേവലം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ പൂർണ്ണ അല്ലെങ്കിൽ അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ചിത്രം വരച്ചത്. ഇതാണ് ഈ ചിത്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രകലയെ ചുമർ ചിത്രം എന്ന പേരിലല്ല ഞാൻ വിളിക്കാറ്. ഇതിനെ സോപാന ചിത്രകല എന്നാണ് പറയുന്നത്. സോപാനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ഈ പൂർണ്ണമായും ഈശ്വരനിലേക്ക് നയിക്കുന്ന കല. ഇത് കാണുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇത് വരയ്ക്കുന്ന ആളുകൾക്കും വരപ്പിക്കുന്ന ആളുകൾക്കും ഈശ്വര സാക്ഷാത്കാരം, മോക്ഷപ്രാപ്തി നൽകാൻ പോരുന്നത്ര ശക്തിമത്താണ് ഈ ഒരു കലാരൂപം എന്നാണ് ഈ ക്ഷേത്ര ചിത്രകലയുടെ പ്രത്യേകത. അത് ഇപ്പം നമ്മൾ പല സ്ഥലത്തും ക്യാൻവാസിലും അല്ലെങ്കിൽ സാധാരണ ഭിത്തികളിലും ഒക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാൻ? ഇപ്പം ചുമർ ചിത്രത്തിന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു ചിത്രകല? നമുക്ക് ഈ ചുമർ ചിത്രകല എന്നത് മാറ്റി വെച്ചിട്ട് സോപാന ചിത്രകല അല്ലെങ്കിൽ ക്ഷേത്ര ചിത്രകല എന്ന വാക്കിനെ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വരച്ച ചിത്രകലയ്ക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഈ ശൈലി എന്ന് പറയുന്നത് വിവിധ ഘടകങ്ങളാണ്. ഒരു ചിത്രത്തിന് വേണ്ട വിവിധ ഘടകങ്ങളാണ്. അത് ഒന്ന് നമുക്ക് ഷഡംഗം എന്ന് പറയുന്ന ഒരു തിയറി ഭാരതീയമായിട്ട് വളരെ പ്രചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. രൂപഭേദ പ്രമാണാനി ഭാവലാവണ്യ യോജനം സാദൃശ്യം വർണ്ണികാഭംഗ ഇത് ചിത്രം ഷഡംഗകം. ഒരു ചിത്രത്തിന് വേണ്ട പ്രധാനപ്പെട്ട 6 അംഗങ്ങൾ. ഈ അംഗങ്ങളുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഒരു ചിത്രത്തിന് വേണ്ടതായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളുള്ള ഒരു ചിത്രരീതി. ആ ചിത്രരീതിയാണ് കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഘടകങ്ങളാണ് ചിത്രം. ഈ എല്ലാ അംഗങ്ങളും പൂർണ്ണമായി തികഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രകലാശൈലിയാണ് കേരളീയ ശൈലി. ഈ ശൈലി നമ്മൾ നാച്ചുറൽ കളർ ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ ക്യാൻവാസ് ഉപയോഗിച്ച് ചുമരിൽ തന്നെ വരയ്ക്കണമെന്നില്ല. ഇതിലൂടെ വരച്ചു കഴിഞ്ഞാലും അത് സോപാന ചിത്രകലയായി. കളർ മാത്രമല്ല, ഈ ഒരു ഘടന എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതിക, അതിൻ്റെ വർണ്ണത്തിൻ്റെ രീതിയല്ല. അതിൻ്റെ ചുമരിനെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിൻ്റെ പുരാണ കഥകൾ, അതിൻ്റെ രേഖകൾ, അതിൻ്റെ വർണ്ണസങ്കല്പം, അതിൻ്റെ മുദ്രകൾ, അതിൻ്റെ ആയുധങ്ങൾ, ദേവതാരൂപങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ഘടകങ്ങൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻവാസിലായാലും ഇനി ചുമരിലായാലും എവിടെയായാലും ശരി അത് ചുമർ ചിത്രം. പേപ്പറിലായാലും ചുമർ ചിത്രമല്ല, സോപാന ചിത്രകലയാണ്. ഇനി ഈ ഘടകങ്ങളൊന്നുമില്ലെങ്കിൽ അത് ചുമരിൽ നാച്ചുറൽ കൊണ്ട് വരച്ചാലും അത് സോപാന ചിത്രകലയല്ല. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം. അപ്പം ഈ ഘടകങ്ങൾ ഉണ്ടോ, ഇതൊരു ഈ ചിത്രകലയെ നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം ആ ഘടകങ്ങൾ, എത്രത്തോളം ആഭരണത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ആഭരണത്തിൻ്റെ പൂർണ്ണത അതിൽ വന്നിട്ടുണ്ട്, അലങ്കാരത്തിൻ്റെ പൂർണ്ണത അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ യോജിപ്പ് എത്രയുണ്ട്, അതിൻ്റെ അളവുകൾ എത്രത്തോളം പൂർണ്ണമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് അതൊരു പൂർണ്ണമായും സോപാന ചിത്രകല ആകുന്നത്. ചുമരിൽ എല്ലാ ചുമരിലും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. എല്ലാ ചിത്രങ്ങളും സോപാന ചിത്രകലയല്ല, അതൊക്കെ ചുമർ ചിത്രങ്ങളാണ്. എന്നാൽ സോപാന ചിത്രകല എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പഴയ ആചാര്യന്മാർ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നും ആ രീതിയിൽ വരയ്ക്കപ്പെടുന്ന ഈ പ്രത്യേക ശൈലിയുള്ള ചിത്രങ്ങൾ മാത്രമാണ് സോപാന ചിത്രകല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പഴയ കാലത്ത് ഉപയോഗിച്ച പിന്നെ ഈ കുമ്മായ ഭിത്തിയിലൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത്, ആ കളറുകൾ ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിച്ച് ചെയ്യാറുണ്ടോ? അടുത്ത കാലത്തായിട്ട് ഈ ആധുനിക വർണ്ണങ്ങൾ കേരളത്തിൽ ചുമർചിത്രകലയിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ പ്രകൃതി വർണ്ണങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഈ പ്രകൃതി വർണ്ണങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇതിനെ പരിചയപ്പെടുത്താനും ഇത് ഉപയോഗിക്കാനും ഇത് നിർമ്മിക്കാനും സമയം കണ്ടെത്തുന്ന നിരവധി ചിത്രകാരന്മാരിന്ന് കേരളത്തിലുണ്ട്. ഞാൻ ഇപ്പം വരയ്ക്കുന്ന ഏകദേശം ക്യാൻവാസിൽ വരയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ പേപ്പർ, അതുപോലെ അതിന് പറ്റുന്ന പല പ്രതലങ്ങളിലും നാച്ചുറൽ കളർ ഉപയോഗിച്ചിട്ടാണ് ചിത്രം വരയ്ക്കുന്നത്. പുതിയ നാച്ചുറൽ കണ്ടെത്താനും അല്ലെങ്കിൽ പ്രകൃതി വർണ്ണങ്ങൾ കണ്ടെത്താനും അത് പരീക്ഷണം നടത്താനും വേണ്ടി എത്രയോ സമയം ചെലവഴിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ.
ഇന്നും അതിന് കൂടുതൽ പ്രചാരം കൊടുക്കാനും അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാനും ക്ഷേത്ര കമ്മിറ്റിക്കാരെയും പലരെയും ബോധവൽക്കരിക്കാനും ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ അതിന് ഇതിന് കൂടുതൽ സമയം എടുക്കാറുണ്ട്. സമയമെടുക്കും, അതിന് സാമ്പത്തിക ചെലവ് കൂടുതലാണ്. എങ്കിലും അത് ഇന്ന് ആധുനിക ഈ അക്രിലിക് പോലുള്ള വർണ്ണങ്ങളൊക്കെ പലരും എടുത്തു തുടങ്ങി. അതിനൊരു വലിയ കാലം. ഇന്ന് എൻ്റെ കൂടെ നിരവധി വിദ്യാർത്ഥികൾ ഇത് പഠിക്കാനും ഇതിനെ മനസ്സിലാക്കാനും ഇതിൽ ചെയ്യാനും ആഗ്രഹിച്ച എത്രയോ ആളുകൾ പല രാജ്യങ്ങളിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പിന്നെ ആനക്കൂട്ടിൽ ചെയ്തേക്കുന്ന ഈ പിന്നെ ചുവർച്ചിത്രത്തിന് ഏത് ശൈലിയാണ് ഇതിൻ്റെ പേര്? ഇത് യഥാർത്ഥത്തിൽ ചുമർ ചിത്രമാണ്. നേരത്തെ പറഞ്ഞ സോപാന ചിത്രകലയുടെ ആയിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നും ഇതിൽ കാണില്ല കൂടുതലായിട്ട്. കാരണം ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ, സാധാരണ മനുഷ്യർ, അല്ലെങ്കിൽ അവരുടെ സമയം ആഘോഷിക്കാൻ വരുന്ന ആളുകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ആശയം എത്തിക്കാൻ ഉതകുന്ന ഒരു ശൈലിയാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറേ വന്യമായ വർണ്ണങ്ങളുണ്ട്, രൂപം ഘടന അങ്ങനെയാണ്, പ്രകൃതിയുടെ ചിത്രീകരണം അങ്ങനെയാണ്. ഒരു പൂർണ്ണമായും പ്രകൃതിയെ റിയലിസ്റ്റിക് രീതിയിൽ കാണുന്ന രീതിയിലല്ല. അതിനെ കുട്ടികൾക്ക് കുറച്ചുകൂടി ആഹ്ലാദകരമായ ചില മോട്ടീഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. അതിൽ വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ, വളരെ ലളിതമാണ്. ഞാനത് കൊച്ചു കുട്ടികൾക്ക് പോലും അത് കണ്ടാൽ മനസ്സിലാവും. മറ്റൊരു പ്രത്യേകത, ഒരു ചിത്രം കണ്ട് ആ ചിത്രത്തിലേക്ക് നമ്മൾ കൂടുതൽ ഒരു കുട്ടി ആഴ്ന്നിറങ്ങുകയാണ്, കംപ്ലീറ്റ് ചിത്രം കാണാതെ തിരിച്ചു പോകില്ല. ആ ചിത്രത്തിൻ്റെ ഒരു ലയനത്തിലേക്ക് അങ്ങ് അയാൾ തള്ളി മാറ്റപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിന്റെ രീതി. അതെ, അതാണ് അതിന്റെ. ഇതിന് പ്രത്യേക ഒരു പേരുണ്ടോ ഇങ്ങനൊരു? ഈ ശൈലി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ രൂപപ്പെടുത്തിയെടുത്തൊരു രീതിയാണ്. കാരണം എനിക്ക് ചുമർ ചിത്രം, അതായത് സോപാന ചിത്രകല വരയ്ക്കുന്നതിനൊപ്പം തന്നെ മറ്റ് നമ്മുടെ കണ്ടംപററി സബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ ഞാൻ ഈ ഒരു വർണ്ണ സങ്കല്പത്തിലേക്കും ഈ ഒരു രീതിയിലേക്കും നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനതയുടെ ജീവിത രീതികൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശൈലിയായിരുന്നു. ചേട്ടൻ അതുപോലെ വെളിയിൽ, ഇപ്പം ഇന്ത്യക്ക് വെളിയിൽ പിന്നെ നമ്മുടെ മ്യൂറലുകൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? നിരവധി ചിത്രങ്ങൾ എല്ലാ, ഇപ്പം അമേരിക്ക, അതുപോലെ തന്നെ ദുബായ്, വിവിധ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെ എല്ലാം വരച്ചിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെതായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണോ അതോ അവിടുത്തേതായിട്ടുള്ള? മിക്കവാർക്കും വേണ്ടത് നമ്മുടെ പാരമ്പര്യ ചിത്രങ്ങളാണ്, പാരമ്പര്യ രീതിയിലുള്ള സോപാന ചിത്രകലാ രൂപങ്ങളാണ് നമുക്ക് വേണ്ടത്. അതെ, ബഹുഭൂരിപക്ഷം ആളുകളും നിരവധി പരീക്ഷണങ്ങൾ ചുമർ ചിത്രകലയിൽ കേരളത്തിൽ മാത്രമല്ല പല ഭാഗത്തും നടക്കുന്നുണ്ട്. ചുമർ ചിത്രകലയുടെ പല മോട്ടീഫുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ചിത്രകാരനും നിരവധി പരീക്ഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇന്നും ശരിയാം വണ്ണം ഈ ഒരു ചിത്രകല മനസ്സിലാക്കാനും പഠിക്കാനും വരുന്ന എത്രയോ ആളുകളുണ്ട്. ഈ സോപാന ചിത്രകല എന്ന് പറയുന്ന ഒരു കലാരീതിയെ മനസ്സിലാക്കാനും അതിൻ്റെ ടെക്നിക്കുകൾ ശാസ്ത്രീയമായി മനസ്സിലാക്കാനും കഴിഞ്ഞ ഒരു 20 വർഷത്തെ എൻ്റെ ഒരു പരിചയം കൊണ്ട്, ഇന്ന് കേരളത്തിൽ അറിയാലോ നിങ്ങൾക്ക്, ഈ ചുമർ ചിത്രകല പഠിപ്പിക്കാനുള്ള ഒരു ശാസ്ത്രീയമായ ചിട്ടയില്ല. അപ്പം കഴിഞ്ഞ 20 വർഷത്തെ എൻ്റെ ഒരു പഠനം എന്ന് വെച്ചാൽ ഇതെങ്ങനെ പഠിപ്പിക്കാം, ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു പുതിയ സിലബസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഇതിൻ്റെ പിന്നിലാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എത്രയോ കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഓൾറെഡി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു പല രാജ്യങ്ങളിലുള്ള. അപ്പം ഇതിൽ പിന്നിലാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അളവുകൾ, മെഷർമെൻറ്റുകൾ, ആഭരണങ്ങളുടെ വൈവിധ്യം, അതിൻ്റെ അളവുകൾ, അതിൻ്റെ പേരുകൾ, അതുപോലെ മുദ്രകൾ, ആയുധങ്ങൾ, ഇതിൻ്റെ അതുപോലെ ബോഡി പോസ്റ്റേഴ്സ്, നിൽക്കുന്നത്, ഇരിക്കുന്നതാണെങ്കിൽ എങ്ങനെ എന്നൊക്കെയുള്ള നിരവധി ഘടകങ്ങൾ ഒരു ചുമർ ചിത്രകാരൻ പഠിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് തന്നെ ഞാൻ പലതും നോക്കുമ്പം ആനയെ അവർ പിന്നെ പിടിക്കാൻ പോകുന്ന ആ സമയത്തുള്ള മുഖത്തിന് വ്യത്യാസം, അതുകൂടാതെ അവർ പിടിക്കുന്ന സമയത്തുള്ള, അതൊക്കെ വളരെ വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ. അതെ, അത് ചിത്രത്തിൻ്റെ ഒരു അംഗമാണ് ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രൂപഭേദ പ്രമാണാനി ഭാവ ലാവണ്യയോജന. രൂപഭേദം എന്ന് പറയുന്നത് നിൽപ്പ്, ഇരിപ്പ്, അതുപോലുള്ള ഭേദങ്ങളാണ് ശരീരത്തിൻ്റെ വ്യത്യാസങ്ങൾ. പ്രമാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവുകൾ. പിന്നെ വരുന്നത് ഭാവമാണ്, ഓരോ കഥാപാത്രത്തിൻ്റെയും ഭാവം. അതൊരു ചിത്രകലയിൽ മസ്റ്റായിട്ട് വേണ്ട, അതിൻ്റെ ഒരു അംഗമാണ് ഭാവം. സാദൃശ്യം, റിസംബ്ലൻസ്. ഒരു ആനയെ വരച്ചാൽ ആനയായിരിക്കണം, ഒരു ആന മറ്റൊരു ആനയിൽ നിന്ന് വ്യത്യസ്തനാണ്, ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. സാദൃശ്യം, അതെ, കാരണം നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ആനയും ആ കുഴിയിൽ നിന്ന് കയറ്റി എടുക്കുന്ന ആനയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം, ആ ഭാവത്തിൽ വ്യത്യാസം ഉണ്ട്, റിസംബ്ലൻസ്. അതുപോലെ തന്നെ വർണ്ണികാഭംഗ, അതായത് വർണ്ണപ്രയോഗങ്ങൾ.
പിന്നെ ഒരു ഘടകമാണ് ഇതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ലാവണ്യയോജനം. ഇത് എങ്ങനെ വരച്ചാലും ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ചിത്രങ്ങൾ തമ്മിലൊരു പൊരുത്തം ഉണ്ടായിരിക്കണം. ഇത്രയും ഘടകങ്ങൾ പൂർണ്ണമായിട്ടും യോജിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ചിത്രമാണ്, ആസ്വാദ്യപ്രകാരമാണ്. നമ്മൾ ചിത്രങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഇതൊരു ആസ്വാദ്യമാണെങ്കിൽ ഈ ഘടകങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ ചേർന്നിരിക്കണം. തീർച്ചയായിട്ടും മ്യൂസിയങ്ങളാകുമ്പം അത് ഏറ്റവും വലിയ കാര്യമാണ്. അതെ അതെ അതെ, ക്ഷേത്രകല പോലല്ല ഒരിക്കലും. മ്യൂസിയങ്ങൾ വേറെ തന്നെയാണ്. അതെ അതെ, ക്ഷേത്രത്തിൽ വരുന്ന അന്തരീക്ഷത്തിലല്ല ഒരു മ്യൂസിയം കാണാൻ വരുന്നത്. അവന് പലതും പഠിക്കാനും ആഹ്ലാദിക്കാനും വരുന്നതാണ്. അതിനാ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിരിക്കണം അതിൻ്റെ ചിത്രത്തിൻ്റെ ലക്ഷ്യവും. പള്ളികളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഞാൻ ക്രിസ്ത്യൻ സബ്ജക്റ്റുകൾ നിരവധി ചെയ്തിട്ടുണ്ട്, പക്ഷേ പള്ളികളിൽ ഇതുവരെ വരയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ലാസ്റ്റ് സപ്പർ പോലുള്ള ചിത്രങ്ങൾ നിരവധി ഞാൻ വരച്ചിട്ടുണ്ട്. പലർക്കും വേണ്ടി വിദേശത്തൊക്കെ വേണ്ടി വരച്ചിട്ടുണ്ട്, നിരവധി വരച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ എവിടെയൊക്കെ വരച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പം കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാൻ വരച്ചത് കോഴിക്കോട് ജില്ലയിൽ ചെലവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ കോഴിക്കോട് തന്നെ മാങ്കാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരച്ചിട്ടുണ്ട്. പാലക്കാട് ചിന്മയ മിഷൻ ക്ഷേത്രത്തിൽ വരച്ചിട്ടുണ്ട്. കുമാരനെല്ലൂർ വരച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ റെസ്റ്റോറേഷൻ പാർട്ടിൽ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ നിരവധി, പക്ഷേ നിരവധി പ്രൈവറ്റ് പ്ലേസിൽ നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ വളരെ ഒരു വലിയ സന്തോഷമാണ്. കാരണം ഇദ്ദേഹത്തെ പോലുള്ള വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നമ്മുടെ ജില്ലയിൽ ഇതുപോലൊരു പടം വരച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും. പലയിടത്തും ഞാൻ കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ്. മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് ശിലാ മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ വരുന്നവരോടും നമ്മൾ ഈ പിന്നെ ആനക്കൂടിനെ കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവിടെ ഒരു പടം വരച്ചെന്ന് പറയുമ്പം. മാത്രമല്ല നമുക്ക് കാഴ്ചയിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഏകദേശം ഒരു മണിക്കൂർ തന്നെ കാണാനുള്ള ചിത്രങ്ങളുണ്ട്. അതെ, ഒരു മണിക്കൂർ പൂർണ്ണമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. അത് നല്ല വൃത്തിക്ക് കലയെ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മണിക്കൂർ അല്ല. കാരണം ഞാൻ ഇന്ന് രണ്ടാമത് വരും അവിടെ. ആദ്യം വന്നിട്ട് നമ്മുടെ ഒരു കണ്ടു കഴിഞ്ഞ് എനിക്ക് വീണ്ടും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നതാണ് ഇവിടെ. അത് കലയെ സ്നേഹിക്കുന്ന ആള് കൂടുതൽ ടൈം എടുക്കും. ഓരോ സമയം വരുമ്പോഴും പുതുമ കാണാവുന്ന കുറേ ഭാഗങ്ങൾ അതിനകത്തുണ്ടാവും. ഒരു കാഴ്ച കൊണ്ട് മാത്രം അത് പൂർണ്ണമാവില്ല. അല്ല, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം. മാത്രമല്ല ഇപ്പം വർക്ക് മൊത്തം തീർന്നു കഴിയുമ്പോഴാണ് അതിന്റെ കൃത്യമായിട്ടുള്ള എങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമുക്ക് നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിൽ നമുക്ക് കലയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. വളരെ സന്തോഷം മുഴുവൻ കൂടി ചേർന്ന് സംസാരിക്കാൻ കഴിയുന്നത്. ഇതിൽ വാരിക്കുഴിയിൽ വീണ ഒരു ആനയുടെ ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാരിക്കുഴിയിൽ നിന്ന് വീണ ആനയെ 2 സപ്പോർട്ടിംഗ് എലിഫൻറ്റിനെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇത് ആനയെ മെരുക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ ശരീര ഭാഷയൊക്കെ കുറച്ചൊരു ഭംഗിയായിട്ട് തോന്നാം. അപ്പോൾ അവരുടെ വസ്ത്രരീതി അതെ കുറച്ചൊരു രീതിയിലാണുള്ളത്. ഇതിനോടൊപ്പം തന്നെ കുറേ നാച്ചുറൽ സീൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർണ്ണ രീതിയൊക്കെ നിങ്ങൾക്ക് നോക്കി കാണാം. കേരള സോപാന ചിത്രകലയിൽ ഉപയോഗിക്കാത്ത ചില വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നീലയും വയലറ്റൊക്കെ ചില വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേഘത്തിൻ്റെ സീൻ കേരള ചുമർചിത്രത്തിൽ സോപാന ചിത്രകലയിൽ ഒരിക്കലും ഉപയോഗിക്കാത്തൊരു സംഭവമാണ് മേഘങ്ങൾ. അത് അടുത്ത കാലത്തായിട്ട് ചുമർചിത്രകലയിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് ഇതുപോലുള്ള ചില പരീക്ഷണങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. ക്ഷേത്രകലയല്ല ഇത്. ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ക്ഷേത്രത്തിൽ അതെ തനതായിട്ടുള്ള അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഇത് ക്ഷേത്രത്തിലല്ല എന്നുള്ളതുകൊണ്ട് പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഒരു ചിത്രകാരനെ സംബന്ധിച്ച് അയാൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം സാധനം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റതിൻ്റെ അതായത് ഈ സോപാന ചിത്രകലയുടെ പല അംഗങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പരീക്ഷണത്തിന് ഒത്തിരി സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഉള്ളത്. ഇത് പണ്ട് ഇവിടെ പുറത്തുനിന്ന് ആനയെ വാരിക്കുഴിയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് കോന്നിയിലേക്ക് കൊണ്ടുവരുന്ന രീതി ഇങ്ങനെയായിരുന്നു. അതായത് താളമേളങ്ങളൊക്കെ അകമ്പടിയോട് കൂടിയിട്ട് 2 താപ്പാനകൾ സപ്പോർട്ടിംഗ് ആയിട്ട് ഈ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതേ ആഘോഷമായിട്ടാണ് കൊണ്ടുവരിക. ജനങ്ങളൊക്കെ കാണാൻ നിൽക്കും. ഈ ഒരു വലിയൊരു ആഘോഷത്തോടുകൂടി ജനങ്ങൾ ഇതിനെ വരവേൽക്കും. ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഈ ഒരു ചിത്രമാണ്. 2 വലിയ ആനകൾ, അതിൻ്റെ പിന്നെ ശക്തരായ 2 ആനകളുണ്ടാവും. സെൻട്രലാക്കിയിട്ട് ഇയാളെ കൊണ്ടുവരുന്ന അയാളുടെ മുഖത്തുള്ള പരിഭ്രമമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതെ, ആ പരിഭ്രമം മനസ്സിലാവും. ഇതാണ് ഈ ഒരു ചിത്രം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങളാണിത്. അതായത് വനവാസി ജനവിഭാഗം
ഇവർ ഒരിക്കലും ഇവരുടെ വനത്തിലെ മൃഗങ്ങളും വനവും എല്ലാം ഇവരുടെ സമ്പത്താണല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരിഭ്രമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത്ഭുതത്തോടെയും വിഷമത്തോടെയും തന്നെയാണ് അവരത് നോക്കിക്കാണുന്നത്. ഇത് ആനയുടെ ഒരു കാട്ടിൽ നിന്നുള്ള സീനാണ്. ഒരു സന്തോഷം ഒക്കെ കുറച്ചൊക്കെ കാണിക്കുന്ന ഒരു ഭാഗമാണ്. സന്തോഷമുണ്ട്. പ്രകൃതിയുടെ ഒരു പൂർണ്ണ സമ്മേളനം, ഒരു കുടുംബം, വസുദൈവ കുടുംബകം എന്ന രീതിയിലുള്ള ഒരു കുടുംബം. അതെ, എല്ലാ ജീവികളും അതെ ഇതിന്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാം. ഈ ആനയുടെ സുഹൃത്തുക്കളാണ്. മീൻ വരെ അതെ സുഹൃത്തുക്കളാണ്. അതെ എല്ലാം ഉണ്ട്. ഇത് മെരുക്കിക്കഴിഞ്ഞ ആനയെ കൊണ്ടുള്ള യുദ്ധ സീനാണിത്. ഒരു കാലഘട്ടം നമ്മുടെ ഈ ഒരു പ്രദേശമൊക്കെ യുദ്ധത്തിൻ്റെ, അതായത് വൈദേശിക, ചോള, പാണ്ഡ്യ ഇവരൊക്കെ വന്ന് നമ്മുടെ രാജാക്കന്മാരൊക്കെ ഏറ്റുമുട്ടിയ ഒരു പ്രദേശം കൂടിയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, പണ്ട് കാലത്ത് ആനയായിരുന്നു യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ സാധനം. അതെ പറയപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തമിഴ്നാട് ആക്രമണകാരികളൊക്കെ ആനകളെ വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വാരിക്കയുടെ കാരണം തന്നെ ഒരു പക്ഷേ യുദ്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ആനകളെ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം. അപ്പം രണ്ട് സമൂഹം തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു രൂപം ഇവിടെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അലക്സാണ്ടർ പോലും ആന യുദ്ധത്തിൽ പതറിപ്പോയിട്ടുണ്ട് കേരളം. അതെ ഭാരതത്തിന്റെ വേറൊരു രാജ്യത്ത് ആന ഉപയോഗിച്ചുള്ള യുദ്ധത്തിന്റെ ശൈലി പുള്ളിക്കറിയാം. അതെ അപ്പോൾ അതാണ് ഈ ഒരു ചിത്രത്തിൽ ഉപയോഗിച്ചത്. പടയാളികൾ, അവരുടെ വസ്ത്രരീതി കഴിഞ്ഞ ചിത്രത്തിൽ കണ്ടതിന് നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീമിന്റെയും വസ്ത്രരീതി തന്നെ വ്യത്യസ്തമാണ്. കുന്തം പോലുള്ള സാധനങ്ങളൊക്കെയാണ് വാളും കുന്തവും യുദ്ധത്തിന് ഉപയോഗിച്ചത്. പഴയ ഒരു യുദ്ധത്തിന്റെ ചിത്രീകരണം. അപ്പോൾ വേട്ടനായകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രീകരണമാണ് ഇതിൽ ഉള്ളത്. പ്രകൃതിയുടെ ഒരു ധാരാളിത്വം അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അതിലുപരിയായിട്ട് ഈ പശ്ചാത്തല വർണ്ണങ്ങൾ നമ്മൾ ആ യുദ്ധത്തിൻ്റെ വന്യത അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വർണ്ണ രീതിയും പാറ്റേൺസും അതിൻ്റെ ചുഴികളും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ കളർ ആപ്ലിക്കേഷൻ ഇവിടെ ഒരു രൗദ്രത സജീഷ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. സജീഷ് നന്നായിട്ട് മ്യൂറൽ വരയ്ക്കുന്ന ഒരാളാണ്. ഇവിടെ വരച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്നും സർവ്വസാധാരണമായിട്ടുള്ള ആനയുടെ എഴുന്നള്ളിപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒരു ഭംഗിയുള്ള ഒരു ആനയെ വെച്ചിട്ട് എഴുന്നള്ളപ്പ് നടത്തുന്ന ആളുകൾ, അവരൊക്കെ വസ്ത്രമൊക്കെ നമ്മുടെ കേരളീയ ശൈലിയാണ്. കേരളത്തിൽ ഒരു കാലത്ത് വളരെ ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ജനതയുണ്ടായിരുന്നത്. ഒരു തോർത്തുമുണ്ടും ഒരു വെളുത്ത മുണ്ടും ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ വസ്ത്രമായി. കേരളത്തിലെ രാജാക്കന്മാർക്ക് പോലും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം ആ ഒരു രീതിയാണ് ഇവിടെ വരച്ചത്. ഇത് പൂർണ്ണമായിട്ടില്ല, ഈ ചിത്രം പൂർണ്ണമായിട്ടില്ല, വരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ ചിത്രകലാ പാരമ്പര്യം മൺമറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അതായത് കേരളീയ ചിത്രകലാ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വരയ്ക്കുന്ന ചിത്രകാരന്മാർ അവരുടെ ചിത്രരചനാ രീതി മാറ്റി പുതിയ കാലത്തിൻ്റെ രീതികളിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ പൂർണ്ണമായിട്ട് ഈ ഒരു പ്രസ്ഥാനം വേരറ്റ് പോകുന്ന ഒരു ഘട്ടം വന്നായിരുന്നു. അപ്പോൾ പുതിയൊരെണ്ണം വന്നു കഴിയുമ്പോൾ പഴയതിനെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തുക എന്ന ഒരു പതിവ് ശീലം ചിത്രകലയുടെ കാര്യത്തിലും ഇവിടെ ഉണ്ടായി. ഏതാണ്ട് യൂറോപ്യൻ ചിത്രകല രാജാ രവിവർമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം വരച്ചു പോന്ന ആ റിയലിസ്റ്റിക് സങ്കേതത്തിൽ ആകൃഷ്ടരായ ആളുകൾ, നമ്മുടെ സാമാന്യ ജനങ്ങൾ ഈ ചിത്രങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഇത് അവഗണിക്കുന്ന ഒരു ഘട്ടം. അങ്ങനെ വന്നപ്പോൾ ഇത് വരച്ചുകൊണ്ടിരുന്ന ഇത്തരം രചനകൾ അവലംബിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ഇതിൽ നിന്ന് പതിയെ പിൻവാങ്ങുകയും അവർക്ക് തൊഴിലില്ലാതാവുകയും അവർക്ക് ആസ്വാദകരെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാലത്തുണ്ടായിരുന്നു. അങ്ങനെ 2 3
ആളുകളിൽ ഈ ഈ ശൈലി, ഈ ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു കലാസങ്കേതം ഒതുങ്ങി നിന്ന ഒരു സാഹചര്യം. അപ്പോൾ അതേപ്പറ്റി ശശി സാറ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതിൻ്റെ ചരിത്രമാണ്. അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ചുവർച്ചിത്ര അക്കാദമി അവിടെ ഉണ്ടാവുകയും അവിടെ നിന്ന് ഇതിനൊരു ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാവുകയും, അപ്പോൾ ആ പരമ്പരയിൽപ്പെട്ട ചിത്രകാരന്മാരിൽ പെടുന്ന ആളാണ് ശശി ഇടവരാടും പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുമൊക്കെ. പക്ഷേ പൂർണ്ണമായും ഈ 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 300 500 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനവലംബിച്ചിരിക്കുന്ന ഒരു വലിയ ശാസ്ത്ര ഒരു രചന, അതിൻ്റെ ഒരു എസ്തറ്റിക്സ് സംബന്ധമായ ഒരു വലിയ ഒരു അടിസ്ഥാനം ഇതിനുണ്ട്. അത് പക്ഷേ ഇന്നും ദുരൂഹമായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഇതിൻ്റെ നിറക്കൂട്ടുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചില ചമൽക്കാര ഭംഗികൾ, ഇതിൻ്റെ ധാരാളിത്തത്തിൽ മുങ്ങിയാണ് എല്ലാവരും മ്യൂറൽ ചിത്രങ്ങൾ ആസ്വദിക്കുന്നതും വരയ്ക്കുന്നതും പഠിപ്പിക്കുന്നതും. വാസ്തവത്തിൽ ഇത് അങ്ങനെയല്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ പഴയ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് വളരെ കാലം യാത്ര ചെയ്ത് ഓരോ ക്ഷേത്രത്തിലെയും ചിത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, അവരതിന് സ്വീകരിച്ചിട്ടുള്ള പ്രമാണങ്ങൾ എന്താണ് എന്നത് നേരിട്ട് കണ്ട്, അതല്ലെങ്കിൽ അത് സ്കെച്ച് ചെയ്ത്, അതല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള പഴയ പ്രാചീന ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൻ്റെ ഒരു കൃത്യമായ ആ രചനാ പദ്ധതിയെപ്പറ്റി ഒരു ഉള്ളടക്കം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ശശി ഇടവരാട് ഇക്കാലം അത്രയും കഴിഞ്ഞ 10-20 വർഷമായിട്ട് പ്രവർത്തിച്ചു പോകുന്നത് എന്നത് ഈ മേഖലയുടെ ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഇതിനെ വളരെ ഗൗരവമായി, ഇതിനെ വളരെ കൃത്യതയോടെ മനസ്സിലാക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയിലാണ് ചിത്രസോപാനം എന്ന ചിത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇവിടെയും എത്തിയത്. ശരിക്കും ജെനുവിനായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ ഭിത്തികളിൽ വരണമെന്നും അത് ആളുകൾ കാണണമെന്നും ഉള്ളൊരു വലിയ ആഗ്രഹവും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കൃത്യമായ ശാസ്ത്രം അത് കണ്ടെത്തുന്നതിലുള്ള ഒരു വലിയ ഭഗീരഥ പ്രയത്നത്തിലാണ്. അതാണ് അദ്ദേഹത്തെപ്പറ്റി പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവന നമ്മുടെ കേരളീയ കലാ മേഖലയിൽ. അപ്പം അങ്ങനെയുള്ള ഒരാളിനോടൊപ്പം ഇങ്ങനെയൊരു രചനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യം. കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപിലെ പാടും പണ്ടങ്ങൾ അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ ചെപ്പിണ ചെമ്മണിക്കുത്തു മുലകളിൽ ചേലിലിഴയും പൂമാല്യം
പിണ ചെമ്മണിക്കുത്തു മുലകളിൽ ചേലിലിഴയും പൂമാല്യം പുറവാടി വപ്പാടി മൂടിക്കിടക്കും ചെമ്പൻ വാർമുഴൽ മുട്ടോളം കേട്ടിട്ടില്ലേ നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറെയുടു തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ ചുറ്റും ഇരുൾ പരക്കും കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപില പാടും പണ്ടങ്ങൾ പുറവാടി വപ്പാടി മൂടിക്കിടക്കും ചെമ്പൻ വാർകൂഴൽ മുട്ടോളം കേട്ടിട്ടില്ലേ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക് കാണാനായി നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനൽ കയറുക. ക്യാമറമാൻ മനിലാലിനോടൊപ്പം ശിലാ സന്തോഷ്.